ഒരു ശരീരത്തിന് 10 രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാ? പറയൂ, നിങ്ങളൊരു 10 രോഗത്തിന്റെ പേര് പറ. ഒരു ശരീരത്തിൽ ഉണ്ടാകാനിടയുള്ള വേറെ വേറെയായ 10 രോഗങ്ങളുടെ പേരൊന്ന് പറഞ്ഞു തന്നെ. വയറ്റിൽ അൾസർ, പിന്നെ കരളിന് ഹെപ്പറ്റൈറ്റിസ്, പിന്നെ കിഡ്നിക്ക് ട്യൂമർ, പിന്നെ കിഡ്നി സ്റ്റോണ്, ഹാർട്ടിന് ബ്ലോക്ക്. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ രോഗവും കൂടിയുള്ള ഒരാളെ ഞങ്ങൾ ഇവിടെ ചെയ്യണത് അയാളുടെ ആരോഗ്യം നന്നാക്കാനുള്ള ചികിത്സ മാത്രമാണ്. ഞങ്ങൾ അയാളുടെ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് കുന്തം കയറ്റിയിട്ട് ബ്ലോക്കിനെ തള്ളി അപ്പുറത്തേക്ക് വിടണില്ല, അപ്പുറത്തിരിക്കുന്ന ബ്ലോക്കിനെ അപ്പുറത്തേക്ക് വിടുന്നില്ല. ഏതെങ്കിലും ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ബ്ലോക്ക് എടുത്ത് മാറ്റണുണ്ടോ? ബൈപ്പാസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് മാറ്റുന്നുണ്ടോ എടുത്തിട്ട്? ബൈപ്പാസ് ബ്ലോക്ക് അവിടെ തന്നെ ഇരിക്കും, ബൈപ്പാസ് വെച്ച് കൊടുക്കുക കാലിൽ നിന്ന് എടുത്തിട്ട്. സ്റ്റെൻഡ് ഇടുമ്പോൾ ബ്ലോക്ക് മാറ്റണമുണ്ടോ? തട്ടിപ്പാണ്. താൽക്കാലികമായിട്ട് ആൾക്ക് ആശ്വാസവും രക്ഷയില്ലേന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അയാളുടെ അസുഖത്തിൻ്റെ ക്യൂർ അല്ല അവിടെ നടക്കുന്നത്, സൂത്രപ്പണിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ പല രോഗത്തിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഓരോരുത്തർ വരുന്നത്. അവരെ എല്ലാം ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള കാര്യങ്ങളല്ലാതെ ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സ, ഞങ്ങളുടെ ഒരു കുറവായിട്ട് വലിയ ഗവേഷകർ പറയുന്നതാണ്. നിങ്ങളുടെ പ്രകൃതി ചികിത്സയ്ക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. ഒരാൾക്ക് ചെയ്യണതല്ല നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്യണത്, അയാൾക്ക് ഇവിടെ ചെയ്യണതല്ല അപ്പുറത്ത് വേറെ പ്രകൃതി ചികിത്സ ചെയ്യണത്. അതുകൊണ്ട് ഇത് ശാസ്ത്രീയമല്ല. ശാസ്ത്രീയമാണെങ്കിൽ തലവേദനയ്ക്ക് സാരിഡോൺ അല്ലെങ്കിൽ ആസ്പ്രോ അല്ലെങ്കിൽ എന്താണ് ബ്രൂഫൻ, ആർക്ക് തലവേദന ലോകത്ത് വന്നാലും ഇത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അതിന് എല്ലാ മനുഷ്യരും ഒരേപോലെയാണോ? എല്ലാ മനുഷ്യരും രോഗത്തിൻ്റെ കാരണം ഒന്ന് തന്നെയാണോ? ഇവരുടെ ലാബ് ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല എന്ന് കാണുന്ന ആളുകൾക്കും തലവേദന മാത്രമല്ല നെഞ്ചുവേദനയും ഒക്കെ ഉണ്ടാവും. കാരണം മനസ്സ് ശരിയല്ലെങ്കിൽ, ചിന്താവിഷങ്ങൾ കയറിയാൽ, ചിന്താവിഷങ്ങൾ. അവളിട്ടക്കണ മാല കണ്ടില്ലേ? ഞാനും മെടിക്കൊടി മാല ഒരു പരിപ്പ് കണ്ടില്ലേ? 3.5 പവൻ്റെ മാല ഇടുമ്പോൾ ഏതാണ്ട് റാണിയാവുമെന്നാണ് അവളുടെ വിചാരം. ഉള്ളി പറയണത് ഇതാണ്. ഇത് മതി നിങ്ങളുടെ ഹോർമോണുകളുടെ താളം തെറ്റിക്കാനും തെറ്റായ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഹോർമോൺ ഇറങ്ങാനും ഇത് മതി. അഡ്രിനാലിൻ്റെ പ്രവർത്തനത്തിൽ കോർട്ടിസോൾ ഉണ്ടാവാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൂടെ പരിഗണിക്കാണ്ട് സ്കാനിങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് രോഗം ഇതാണെന്ന് പറഞ്ഞ് ഉടനെ ചികിത്സ തുടങ്ങിയാൽ നിങ്ങൾ നശിക്കും. അപ്പോൾ ആദ്യം മനസ്സ് ശരിയാവാൻ രോഗം. അപ്പോൾ ഒരു ശരീരത്തിൽ എത്ര രോഗമുണ്ട്? അനാരോഗ്യം, പാവത്തിൻ്റെ ആരോഗ്യം താഴെ പോയി. അപ്പോൾ ശീലഗുണം കൊണ്ട് ഓട്ടക്കാരനാണെങ്കിൽ അയാളുടെ രോഗം കാലിൽ നിന്ന് തുടങ്ങും, ശീലത്തിൻ്റെതാണ്. അമിത തീറ്റക്കാരനാണ് ആരോഗ്യം കുറയുന്നതെങ്കിൽ ഉദര രോഗങ്ങളായിട്ട് തുടങ്ങും. മരുന്ന് കൂടുതൽ കഴിക്കുന്ന സ്വഭാവക്കാരൻ കൂടിയാണെങ്കിൽ കരളിൽ നിന്നും തുടങ്ങും. മദ്യം കുടിക്കുന്ന ഒരാൾക്കാണ് അനാരോഗ്യം തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായും കരളിൽ നിന്ന് തന്നെ തുടങ്ങും. പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന മധുരപ്രേമികളുണ്ട്, അവർക്ക് അവിടെ നിന്ന് തുടങ്ങും, എല്ലിൽ നിന്നും പല്ലിൽ നിന്നും തുടങ്ങും. മധുരം കൂടുതൽ കഴിക്കുന്ന കുട്ടികളുടെ പല്ല് ദ്രവിക്കും. അപ്പോൾ ആരോഗ്യം കുറഞ്ഞ ഒരാളെ നമ്മളിവിടെ വിളിച്ചു നിർത്തുന്നു. നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. 1-2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണേ, അതെ ഞാനൊന്ന് ഇരുന്നോട്ടെ. എന്താടോ? ക്ഷീണം, തളർച്ചയാണ്, നടുവിന് വേദനയുണ്ട്, നിന്ന് കഴിയുമ്പോൾ കാലിന് വേദനയുണ്ട്. ഈ നടുവിൻ്റെ വേദന വേറൊരു വേദന, കാലിൻ്റെ വേദന വേറൊരു വേദന, ക്ഷീണം വേറൊരു രോഗം. എടോ, തൻ്റെ കണ്ണിൻ്റെ കാഴ്ച എങ്ങനെയുണ്ട്? ആരോഗ്യം കുറഞ്ഞപ്പോൾ എൻ്റെ കാഴ്ച കൂടി സാറേ. അങ്ങനെയാ? അങ്ങനെ വരുമോ? ആരോഗ്യം കുറഞ്ഞപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, അത് ഐ ഡോക്ടറെ പോയി കാണണം കേട്ടോ. തൻ്റെ ഓർമ്മ എങ്ങനെയുണ്ട്? ഒരു സാധനം ഓർക്കാൻ പറ്റണില്ല ആകെ. അതിന് ഏത് ഡോക്ടറെ കാണണം? ന്യൂറോ സ്പെഷ്യലിസ്റ്റ് വേറെ ഉണ്ട്, അയാൾക്ക് കൊണ്ട് 500 രൂപ കൊടുക്കണം. തൻ്റെ കേൾവി എങ്ങനെയുണ്ട്? അതും കുറവാ, അതിന് ENT കാണണം. തൻ്റെ ഒച്ച എങ്ങനെയുണ്ട്? സാറേ ശ്വാസം എടുക്കാതെ തന്നെ പ്രയാസം, രാത്രി മുഴുവൻ എഴുന്നേറ്റ് കുത്തിയിരുന്ന് വലിക്കുക. അതിന് ഏത് ഡോക്ടറെ കാണണം?
ലങ്സിന് വേറെ ആളെ കാണണം, പൾമോളജിസ്റ്റ് എന്നൊക്കെ പേര്. എനിക്ക് ഈ പേര് മുഴുവനും പല ഓളജിസ്റ്റുകളുണ്ട്. ഈ ഓളജിസ്റ്റുകൾ ഓളം വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളാരും രക്ഷപ്പെടണില്ല, രോഗി രക്ഷപ്പെടണില്ല. എന്താ കാര്യം? ഇവരുടെ രോഗം ആസ്തമയ്ക്കല്ല ചികിത്സിക്കേണ്ടത് അയാളുടെ വയറ്, അയാളുടെ ഭക്ഷണം, അയാളുടെ ആരോഗ്യം. വയറ്റിൽ നിന്നാണ് ആരോഗ്യം. വയറ്റിൽ നിന്നാണ് പോർട്ടർ വെയിനിലൂടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പോഷകങ്ങളെല്ലാം കരളിപ്പോയി, കരള് ചെക്ക് ചെയ്തു, കുഴപ്പമില്ലാത്തതിനെ എല്ലായിടത്തും നിന്ന് അയച്ചു കൊടുത്ത്, ഏത് ഭാഗത്ത് നിങ്ങൾക്ക് തകരാറുണ്ടെങ്കിലും കരളാണ് ഉത്തരവാദി. ആമാശയത്തിൻ്റെ കുഴപ്പമാണ്, ആമാശയത്തിലേക്ക് ചെന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇയാളുടെ ആരോഗ്യം നന്നാക്കാനായിട്ട് നമ്മൾ ഇയാളെ കൊണ്ട് നന്നായിട്ട് ശ്വസിപ്പിച്ചു. നല്ല വെള്ളം തന്നെ കുടിക്കാൻ കൊടുത്തു. വൃത്തികെട്ട വെള്ളം, ചായയും കാപ്പി തുടങ്ങിയിട്ടുള്ള ഒന്നും കൊടുത്തില്ല. മദ്യം കുടിക്കൽ നിർത്താൻ പറഞ്ഞു, കോള കുടിക്കൽ നിർത്താൻ പറഞ്ഞു. നല്ല ഭക്ഷണം, എളുപ്പം ദഹിപ്പിക്കാൻ കഴിയുന്ന, ദഹിച്ചാൽ വളരെ കൂടുതൽ പോഷകങ്ങൾ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും, ജീവൻ കൂടെ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും, ജീവനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു. ഏതാനും ദിവസം കൊണ്ട് പതുക്കെ അയാൾ ആരോഗ്യത്തിലേക്ക് വന്നതനുസരിച്ച് ഇയാൾ ഈ പറഞ്ഞ വേദനയും പ്രയാസങ്ങളും രോഗവും ഒക്കെ പറന്ന് മാറാൻ തുടങ്ങി. ഈ ഒരു വഴിയല്ലാതെ രോഗം മാറിക്കിട്ടാൻ ഒരു വഴിയില്ല. ആരോഗ്യമുള്ള ഒരാളെ ഏതെങ്കിലും അണുകേറി ആക്രമിച്ച് രോഗിയാക്കുമോ? ഇമ്പോസിബിൾ. ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ്, വെടിയും വെക്കണം കേട്ടോ എന്ന് പറയണോ? ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ അണുവിൻ്റെ ആവശ്യമുണ്ടോ? അണുവല്ല, അണു നിരപരാധിയാണ്. അണുവിൻ്റെ ജോലിയാണ് നിങ്ങളുടെ ആരോഗ്യം പാടെ പോയാൽ നിങ്ങളെ വീണ്ടും മണ്ണാക്കുക, നിങ്ങളെ ഭൂമിക്ക് ഭാരമായിട്ട് ഇരുത്താതെ ഉള്ള നേരത്തെ പറഞ്ഞു വിടുക എന്നുള്ളത് അണുവിൻ്റെ ജോലിയാണ്. അല്ലാണ്ട് നിങ്ങളെ ആരോഗ്യമുള്ളവരെ ആക്രമിച്ച് രോഗിയാക്കുക എന്നുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരണുവും ഭൂമുഖത്തില്ല. ഏതെങ്കിലും ഒരു അണുവിനെ എനിക്ക് കലക്കി കുടിക്കാൻ തന്നിട്ട് എനിക്ക് രോഗം ഉണ്ടാക്കി കാണിച്ചു തരാമെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കാം, എൻ്റെ 7 പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളും അന്ന് അടച്ചു പൂട്ടിക്കോളാം.